നമസ്കാരം. 2023-24 വർഷത്തെ രണ്ടാം പാദവാർഷിക മൂല്യനിർണ്ണയം, അതായത് ക്രിസ്മസ് പരീക്ഷ കെമിസ്ട്രിയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയും മോഡലുകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൽ 3/4 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ വന്നിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോകൾ കൂടി കാണേണ്ടതാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, ദ്രവീകൃത അമോണിയ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന് ആൻസർ ലിക്വിഡ് അമോണിയ എന്നാണ്. ദ്രവീകൃത അമോണിയ എന്ന് പറയുമ്പോൾ അമോണിയ ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് ദ്രവീകൃത അമോണിയ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആൽക്കൈൻ കുടുംബത്തിലെ ആദ്യ അംഗം ഓപ്ഷനിൽ C2H2 ആണ്. ആൽക്കൈൻ കുടുംബത്തിൽ, അതായത് ത്രിബന്ധനം വരുന്നതാണ് ആൽക്കൈൻ. അപ്പൊ അതിന് ആൻസർ C2H2 ആണ്. മൂന്നാമത്തെ ചോദ്യം, ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത് ഡാഷ് സബ്ഷെല്ലിലാണ്. അപ്പൊ ലാന്തനോയിഡും ആക്ടിനോയിഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാന്തനോയിഡുകളുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ചേരുന്നത് 4F-ലാണ്. ആക്ടിനോയിഡിനാണ് 5F വരുന്നത്. അപ്പൊ ആൻസർ 4F ആണ്. ഇനി നാലാമത്തെ ചോദ്യം, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ ധാതു ഏതാണ്? അതിന് ആൻസർ അയൺ പൈറൈറ്റിസ് ആണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം അഞ്ചാമത്തത്, ഒരു ഇരുമ്പ് വളയിൽ സ്വർണം വൈദ്യുതലേപനം ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലോഹം ഏതാണ്? അപ്പോൾ ഇരുമ്പ് വളയിൽ സ്വർണമാണ് പൂശേണ്ടത്. അതുകൊണ്ട് നമ്മൾക്കിവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, അതായത് ആനോഡായിട്ട് പ്രവർത്തിക്കേണ്ട ലോഹം സ്വർണമാണ്. അപ്പോൾ ആൻസർ സ്വർണം. ആറാമത്തെ ചോദ്യം, എക്സ് എന്ന മൂലകത്തിന്റെ 3D സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. പ്രതീകം യഥാർത്ഥമല്ല. എക്സിന്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ എക്സിന്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d2 4s2 എന്നാണ്. ഇനി ബി ചോദ്യം, എക്സിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നതിന്റെ ഗ്രൂപ്പ് നമ്മൾ കണ്ടെത്തുന്നത് 3d2 4s2. അപ്പൊ ഏറ്റവും പുറമേയുള്ള ഡിയിലെ സബ്ഷെല്ലിലെയും അതേപോലെ 4s-ലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടിയാൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കിട്ടുമെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 3Dയിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 4s-ലും 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 2 + 2 എത്രയായി? 4 ആണ്. അപ്പൊ ബിയുടെ ആൻസർ എന്താണ്? 4. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 4. ഏഴാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ഘടന വിശകലനം ചെയ്യുക. അവിടെ ഒരു കാർബൺ ചെയിൻ ഒക്കെ ഉൾപ്പെട്ട ഒരു ഘടന നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതില് ഈ ചോദ്യം, ഈ സംയുക്തത്തിന്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? മുഖ്യ ചെയിൻ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്, എല്ല് ഇങ്ങനെ തിരിച്ചിട്ടതുപോലെയാണ് മുഖ്യ ചെയിൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ആ ചെയിനില് പ്രധാനപ്പെട്ട കാർബൺ, ഏറ്റവും പരമാവധിയുള്ള കാർബൺ ആറ്റങ്ങൾ 5 എണ്ണമാണ്. അതിന്റെ ആൻസർ 5. ബി ക്വസ്റ്റ്യൻ, ഈ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. അപ്പൊ എങ്ങനെ നമ്മൾ നമ്പർ ഇട്ട് നോക്കിയാലും മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്, ഒരു ബ്രാഞ്ചായിട്ട്, ശാഖയായിട്ട്. അതുകൊണ്ട് അതിന്റെ ആൻസർ 3-methyl pentane. 5 കാർബൺ വരുന്ന ആൽക്കൈന്റെ പേരാണ് പെൻറ്റെയിൻ. അതുകൊണ്ട് IUPAC നാമം 3-methyl pentane എന്നാണ്. എട്ടാമത്തെ ചോദ്യം, ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏതാണ്? ഉപ്പാണ് അല്ലെ. അപ്പൊ അതിൽ സോഡിയവും ക്ലോറിനും ഒക്കെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡ്. അതിലെ അയോണുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം അയോണും ക്ലോറൈഡ് അയോണും, അതായത് Na+ ആണ് സോഡിയം അയോൺ, ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ Cl-. ബി ചോദ്യം, ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണ വേളയിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക. അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ നിന്നും സോഡിയം നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അവർ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതുന്നത്? അപ്പൊ സോഡിയം അയോൺ Na+ +1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ സോഡിയം അയോൺ സ്വീകരിച്ചിട്ട് ഗീവ്സ് Na, സോഡിയം ആറ്റമായി മാറുന്നു. അപ്പൊ Na+ +1 ഇലക്ട്രോൺ ഗീവ്സ് Na എന്നുള്ളതാണ് സമവാക്യം. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു സിങ്ക് ദണ്ട് അല്പസമയം ഇട്ടുവെക്കുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ. ചോദ്യം, സിങ്ക് ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? അപ്പോൾ അതിന് ആൻസർ, ലായനിയിലുള്ള കോപ്പർ അയോണുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? കോപ്പർ ആറ്റങ്ങളായിട്ട് നമ്മുടെ ഈ സിങ്ക് ദണ്ടിന്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നു. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ബി ചോദ്യം, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണമെന്ത്? അപ്പൊ ഈ പ്രവർത്തനം നടക്കും തോറും നമ്മളുടെ ബീക്കറിൽ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് ലായനി നീല നിറമാണ്, അതിന്റെ നിറം മങ്ങി മങ്ങി വരുന്നത് കാണാം. അതിന് കാരണം ഇതാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം കോപ്പർ അയോണാണ്, Cu2+ അയോണുകളാണ്. ഈ Cu2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായിട്ട് മാറി
സിങ്കിന് മുകളിൽ പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് നീല നിറം മങ്ങുന്നത്. അപ്പം ആൻസറായി 10ാമത്തെ ചോദ്യം എ. ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കുക. അപ്പം ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായുള്ള പ്രവർത്തനം. ബി ചോദ്യം ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലോറൈഡുമായുള്ള പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം തന്നെ എഴുതാം. NaCl + H2SO4 gives NaHSO4 + HCl. ഇവിടെ കിട്ടുന്ന ഉൽപ്പന്നം സോഡിയം ബൈസൾഫേറ്റും ഹൈഡ്രജൻ ക്ലോറൈഡുമാണ്. ഇനി 11ാമത്തെ ചോദ്യം ഇരുമ്പ് നിർമ്മിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. എ ക്വസ്റ്റ്യൻ ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണ വേളയിൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന പദാർത്ഥങ്ങൾ എന്തെല്ലാം? അപ്പൊ നമ്മൾ ഇരുമ്പ് നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു ഉപകരണത്തിന്റെ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. അതിലേക്ക് നമ്മൾ ആദ്യമായി ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, കോക്ക്. ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ Fe2O3, ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റ് CaCO3, കോക്ക് എന്താണ്? കാർബൺ. ഇത്രയും പദാർത്ഥങ്ങളാണ് അവിടേക്ക് ചേർക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏതാണ്? ആൻസർ കാർബൺ മോണോക്സൈഡ്. ഇനി സി ക്വസ്റ്റ്യൻ സ്ലാഗ് രൂപീകരണത്തിന്റെ സമവാക്യം എഴുതുക. സ്ലാഗ് കിട്ടുന്നത് ഏതൊക്കെ ഗാങ്ങും ഫ്ലെക്സും കൂടെ ചേർന്നാണ് സ്ലാഗ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടുത്തെ ഫ്ലെക്സ് എന്ന് പറയുന്ന കാൽസ്യം ഓക്സൈഡ് ആണ്. അപ്പൊ CaO + SiO2 ആരാണ്? ഗാങ് ആണ് അല്ലെ. SiO2 gives CaSiO3, കാൽസ്യം സിലിക്കേറ്റ് കിട്ടും. അതാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ സമവാക്യം CaO + SiO2 gives CaSiO3. 12ാമത്തെ ചോദ്യം എ. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എഴുതുക. അതിന്റെ ആൻസർ ആണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ചില പദാർത്ഥങ്ങളൊക്കെ വിഘടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അതിൽ നടക്കുന്ന മാറ്റം. അതുകൊണ്ട് നമുക്ക് അതിന് ആൻസർ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു എന്ന് എഴുതാം. ബി ചോദ്യം വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഏതെങ്കിലും 2 പ്രായോഗിക ഉപയോഗങ്ങൾ എഴുതുക. അപ്പോൾ അതിന് കുറേ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതിൽ ലോഹങ്ങളുടെ ഉപയോഗം നിർമ്മാണമുണ്ട്, അലോഹങ്ങളുടെ നിർമ്മാണമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതിയേക്കുന്ന ലോഹങ്ങളുടെ നിർമ്മാണം, ലോഹശുദ്ധീകരണം. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത്. 13ാമത്തെ ചോദ്യം വായിക്കാം. C2H4, C3H6, C4H8 എന്നിവ ഒരു ഹൈഡ്രോ കാർബൺ കുടുംബത്തിൽ അംഗങ്ങളാണ്. എ ചോദ്യം ഈ സംയുക്തങ്ങൾ ഏത് ഹൈഡ്രോ കാർബൺ കുടുംബത്തിൽ പെടുന്നു? ഓപ്ഷൻ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പൊ നമ്മൾ ഇതിൽ സംയുക്തം 3 നോക്കിക്കഴിഞ്ഞാൽ C2H4 അതിന്റെ ഘടനയൊന്ന് എഴുതി നോക്കണം. 2 കാർബണും 4 ഹൈഡ്രജനും വരണം. അപ്പൊ 2 കാർബണിന്റെ ഇടയിൽ ദ്വിബന്ധനം വന്നാൽ മാത്രമേ ഓരോ കാർബണിലും 2 ഹൈഡ്രജനെ വീതം ചേർത്തിട്ട് C2H4 ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ദ്വിബന്ധനമുള്ള ഒരു സംയുക്തമാണ്. അത് എവിടെ വരും? ആൽക്കീൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്, കുടുംബത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് അതിന്റെ ആൻസർ, എയുടെ ആൻസർ എന്താണ്? ആൽക്കീൻ എന്ന് വരും. ബി ചോദ്യം ഈ സംയുക്തങ്ങളെ ഒരു ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നതിന് 2 കാരണങ്ങൾ എഴുതുക. അപ്പൊ ഈ തന്നിരിക്കുന്ന 3 പേരും അതേ കുടുംബത്തിൽ തന്നെ പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സീരീസ് സംയുക്തങ്ങൾ വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. ആ അംഗങ്ങൾക്ക് അങ്ങനെ വരാൻ, ആ അംഗങ്ങളുടെ ഒരേ രീതിയിൽ ഉൾപ്പെടുത്തുന്നതിന് 2 കാരണങ്ങൾ എഴുതാനെന്നാണ് ചോദ്യം. അപ്പോൾ 2 കാരണങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം എന്നാണ് അല്ലെ. ഇപ്പൊ C2H4, C3H6 നിങ്ങൾ നോക്കി, ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും വ്യത്യാസമാണ് അതിലുള്ളത്. അപ്പോൾ അതൊരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം. അടുത്തടുത്ത 7 നോക്കിയാലും C3H6 C4H8 നോക്കിയാലും ആ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതാണ് ഒരു കാരണം വരുന്നത്. രണ്ടാമത്തത് ഈ അംഗങ്ങളെ എല്ലാം ഒരു പൊതുവായ സമവാക്യം കൊണ്ട് നമുക്ക് പ്രതിനിധീകരിക്കാം, ഒരു പൊതുവാക്യം കൊണ്ട്. അതാണ് നമുക്ക് രണ്ടാമത്തെ കാരണമായിട്ട് എഴുതാം. ഇനിയുണ്ട് കാരണങ്ങൾ. ഈ ഒരു ഹോമോലോഗസ് സീരീസ് വരുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരേ ഭൗതിക ഗുണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ബാക്കി കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. C12H22O11 gives ആരോ മാർക്കിന് മുകളിൽ കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ്, 12 കാർബൺ പ്ലസ് 11 H2O, 11 വാട്ടർ തന്മാത്രയും. അപ്പോൾ ഇവിടെ C12H22O11 എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചസാര തന്മാത്രയാണ്. അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത നിറമുള്ള പദാർത്ഥം ഏത് എന്നാണ് ഈ ചോദ്യം.
അവിടെ വെള്ളമാണ് ഒരെണ്ണം, അതിന് എന്തായാലും കറുത്ത നിറം വരില്ലല്ലോ. പിന്നുള്ളത് ആരാ? 12 കാർബൺ ആണ് അല്ലെ. അപ്പോ കറുത്ത നിറമുള്ള പദാർത്ഥത്തിന്റെ ആൻസർ എന്താണ്? കാർബൺ എന്നാണ്. സി. ബി ചോദ്യം, സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ് പഞ്ചസാരയിൽ ഒഴിച്ചപ്പോഴാണ് നമുക്ക് ആ കറുത്ത നിറമുള്ള പദാർത്ഥം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് പിന്നെ കിട്ടുന്ന സംയുക്തം എന്ന് പറയുന്ന വാട്ടറാണ്. ആ ജലത്തെ അവിടെ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ആര്? സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണ ഗുണമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ ബിയുടെ ആൻസർ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണെന്നുള്ളത് അതിന് നിർജ്ജലീകരണ ഗുണം, അതായത് സൾഫ്യൂരിക് ആസിഡ് ഒരു നിർജ്ജലീകാരിയായി പ്രവർത്തിച്ചു. സി ചോദ്യം, സൾഫ്യൂരിക് ആസിഡിന്റെ ലവണങ്ങൾ സാധാരണയായി ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഏത് പദാർത്ഥവുമായിട്ട് പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന ലവണങ്ങളുടെ പേരാണ് സൾഫേറ്റ് ലവണങ്ങൾ. 15ാമത്തെ ചോദ്യം, STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 1 മോൾ ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എത്ര? നിങ്ങളത് അവഗാഡ്രോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പോൾ അത് ഏത് 1 മോൾ വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ആൻസർ 22.4 ലിറ്റർ. ബി ചോദ്യം, STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 64 ഗ്രാം ഓക്സിജൻ വാതകത്തിന്റെ വ്യാപ്തം കണ്ടെത്തുക. 2 മാർക്കാണ് അതിന്. അപ്പൊ നിങ്ങളത് വ്യാപ്തം കണ്ടെത്തണമെങ്കിൽ ആദ്യം മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം ഗുണം 22.4 എന്ത്? വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ 64 തന്നിരിക്കുന്ന മാസ് എത്ര? 64 ഹരിക്കണം ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ GMM എഴുതണം. ഗ്രാം മോളിക്കുലാർ മാസ് എത്ര? 32 ആണ് അല്ലെ. അപ്പോൾ 64/32 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതാണ് മോളുകളുടെ എണ്ണം 2 അല്ലെ. അപ്പൊ 22.4 ഗുണം 2 എത്ര കിട്ടും? 44.8 ലിറ്റർ. അതാണ് അതിന്റെ ആൻസർ. അപ്പോൾ 44.8 ലിറ്റർ ആണ് വാതകത്തിന്റെ വ്യാപ്തം. ഇനി 16ാമത്തെ ചോദ്യം, നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ഒരു ലോഹമാണ് അലൂമിനിയം. ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അറിയാവുന്നതാണ്. ഏതാണ്? ആൻസർ ബോക്സൈറ്റ്. ബി ചോദ്യം, അലൂമിനിയം അയിരിനെ സ്വാന്തരീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? അലൂമിനിയം അയിര് ഏതാണ്? ബോക്സൈറ്റ്. അതിനെ ശുദ്ധീകരിക്കുന്നത്, അതിനുപയോഗിക്കാൻ ഒരു ലായനി എടുക്കുന്നുണ്ട് നമ്മൾ. അതിന്റെ പേരാണ് എന്ത്? ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി, ഗാഢ NaOH ലായനി. സി ചോദ്യം, അലൂമിനിയയുടെ വൈദ്യുതവിശ്ലേഷണ സമയത്ത് അതിൽ ക്രയലൈറ്റ് ചേർക്കുന്നു, കാരണം എന്ത്? അലൂമിനിയ നമ്മൾ വൈദ്യുതവിശ്ലേഷണം നടത്തുന്ന സമയത്ത് ക്രയലൈറ്റ് എന്ന പദാർത്ഥം ചേർക്കുന്നതിന് കാരണം അലൂമിനിയയുടെ ദ്രവണാങ്കം കുറയ്ക്കുന്നതിനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ക്രയലൈറ്റ് ചേർക്കുന്നത്. ഡി ചോദ്യം, അലൂമിനിയം അയോണിന്റെ നിരോക്സീകരണ സമവാക്യം എഴുതുക. അതായത് അലൂമിനിയം നമുക്ക് കിട്ടാനായിട്ട് നടക്കുന്ന പ്രവർത്തനം, അത് നിരോക്സീകരണം സംഭവിച്ചാണ് അലൂമിനിയമായി മാറുന്നത്. ആ സമവാക്യം എന്താണ്? Al3+3 ഇലക്ട്രോൺ ഗീവ്സ് അലൂമിനിയം. അലൂമിനിയം അയൺ 3 ഇലക്ട്രോണിനെ വാങ്ങിച്ച് അലൂമിനിയം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. 17ാമത്തെ ചോദ്യം, സന്തുലനാവസ്ഥയിലുള്ള 2 വ്യൂഹങ്ങൾ തന്നിരിക്കുന്നു. 2 സമവാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് അമോണിയ ഉണ്ടാകുന്നതും ഒന്ന് ഹൈഡ്രജനും അയോഡിനും ഉണ്ടാകുന്നതും. ചോദ്യം, ഇവയിൽ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏതാണ്? അപ്പോൾ എയുടെ ആൻസർ, മർദ്ദത്തിന് യാതൊരു സ്വാധീനം ഇല്ലെന്നുണ്ടെങ്കിൽ അതില് ഇടതുവശത്തും വലതുവശത്തും എന്ന് പറഞ്ഞാൽ അഭികാരക തന്മാത്രകളുടെ എണ്ണവും ഉൽപ്പന്ന തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ ഇടതുവശത്ത് 2 അഭികാരക തന്മാത്രകളുണ്ട്, 2 HI. വലതുവശത്ത് എത്ര ഉൽപ്പന്നങ്ങളുണ്ട്? 1 ഹൈഡ്രജൻ തന്മാത്രയും 1 അയഡിൻ തന്മാത്രയും. അപ്പൊ രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 2. അപ്പൊ ഇടതുവശത്തും വലതുവശത്തും എന്താണ്? തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ രണ്ടാമത്തെ പ്രവർത്തനത്തിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവുമില്ല. അപ്പോൾ ആൻസർ എന്ത് എഴുതുന്നു നമ്മൾ? ബിയുടെ അഭികാരക ഉൽപ്പന്ന തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് മർദ്ദത്തിന് സ്വാധീനമില്ല. ഇത് നമ്മൾ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. സി ചോദ്യം, രാസപ്രവർത്തനം 1 താഴെ പറയുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? രാസപ്രവർത്തനം 1 ഏതാണ്? അമോണിയ ഉണ്ടാകുന്നതാണ്. N2+3H2 gives 2NH3+ താപം. ഈ സമവാക്യത്തിൽ 1ാമത്തെ ചോദ്യം, താപനില കൂടുന്നു. അപ്പൊ താപനില കൂടുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ താപനില കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമവാക്യത്തിൽ നോക്കിക്കേ, താപത്തെ പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണത്. അപ്പൊ പിന്നെ താപനില കൂട്ടിക്കൊടുത്താൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ താപനില കൂട്ടിക്കൊടുക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ ചോദ്യമോ, നൈട്രജന്റെ അളവ് കൂട്ടുന്നു. ഇടതുവശത്തുള്ള നൈട്രജന്റെയോ ഹൈഡ്രജന്റെയോ അളവ് കൂട്ടുമ്പോൾ നമുക്ക് ഉൽപ്പന്നത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ അഭികാരങ്ങളുടെ ഗാഢത കൂട്ടുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിന്റെ ആൻസർ, ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുന്നു. 18ാമത്തെ ചോദ്യം, ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം നൽകിയിരിക്കുന്നു. Zn+Cu2+ gives Zn2++Cu.
ചോദ്യം ഈ ഗാൽവനിക് സെല്ലിലെ ആനോഡ് ഏതാണ്? ഇപ്പൊ സിങ്കും കോപ്പറുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്രിയാശീല ശ്രേണി നോക്കുമ്പോൾ സിങ്കിന്റെയും കോപ്പറിന്റെയും സ്ഥാനത്തിൽ സിങ്ക് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ളതിന് രാസപ്രവർത്തന ശേഷി കൂടും, അതായിരിക്കും ആനോഡ്. അപ്പൊ എയുടെ ആൻസർ സിങ്ക്. ബി, ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. അപ്പൊ സിങ്ക് സാധാരണ ആനോഡിനാണല്ലോ ഓക്സീകരണം നടക്കുന്നത്. അപ്പോൾ സിങ്കിന്റെ ഓക്സീകരണ പ്രവർത്തനം എഴുതേണ്ട സമവാക്യം Zn gives Zn2 + 2 ഇലക്ട്രോൺ. അതാണ് അതിന്റെ ഉത്തരം. സി, ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ ദിശ എഴുതുക. ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് സാധാരണ ഇലക്ട്രോൺ പ്രവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ആനോഡ് ആരാണ്? സിങ്ക്. സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് എഴുതിയാലും ആൻസർ ശരിയാണ്. ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് എന്നെഴുതിയാലും കറക്റ്റ് ആയിരിക്കും. ഡി ചോദ്യം, ഒരു ഗാൽവനിക് സെല്ലിൽ വൈദ്യുതിയുടെ തുടർച്ചയായ പ്രവാഹം ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? ആ ഒരു സെല്ലിൽ നിങ്ങൾക്ക് അറിയാം സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അതാണ് വൈദ്യുതിയുടെ തുടർച്ചയായ പ്രവാഹം ഉറപ്പ് നമുക്ക് വരുത്തുന്നത്. ആ സോൾട്ട് ബ്രിഡ്ജ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വൈദ്യുതിയുടെ പ്രവാഹം നിലയ്ക്കും. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? സോൾട്ട് ബ്രിഡ്ജ്. 19ാമത്തെ ചോദ്യം, സിങ്കിന്റെ ഒരു പ്രധാന അയിരാണ് സിങ്ക് കാർബണേറ്റ്. ചോദ്യം, ഈ അയിരിന്റെ പേരെഴുതുക. കലാമിൻ എന്നാണ്. സിങ്കിന്റെ അയിരിന്റെ പേരെന്താണ്? കലാമിൻ. അതിന്റെ സമവാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ കലാമിൻ. ബി ചോദ്യം, സിങ്ക് കാർബണേറ്റിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണത്, കാൽസിനേഷൻ ആണ്. ഇനി സി ചോദ്യം, സിങ്ക് ലോഹം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? അത് സ്വേദനമാണ്. ഡി ചോദ്യം, ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ സിങ്കിന്റെ ഏത് ഗുണമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 ലോഹങ്ങൾക്കും കുറഞ്ഞ തിളനില ഉള്ളത് കാരണമാണ് ഇതിനെ സ്വേദന പ്രക്രിയ വഴി ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? കുറഞ്ഞ തിളനില എന്നാണ് ആൻസർ. ഇനി ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന സമവാക്യം പൂർത്തീകരിക്കുക. 20ാമത്തെ ചോദ്യമാണ്. 2NH4Cl+ ഡാഷ് ഗീവ്സ് CaCl2 + 2H2O + 2NH3. ഇതില് ലാബോറട്ടറിയിൽ അമോണിയ നിർമ്മിക്കുന്നതിനുള്ള സമവാക്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡിന്റെ കൂടെ ഏത് പദാർത്ഥങ്ങൾ കൂടെ ചേർന്നാലാണ് ഇത് കിട്ടുക എന്നുള്ളതാണ് ആൻസർ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH ടോയ്സ്. ബി ചോദ്യം, ഒരു നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ അമോണിയ വാതകത്തിന് മുകളിൽ കാണിക്കുന്നു. നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. അമോണിയ വാതകത്തിന് ബേസിക ഗുണമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ബേസിക ഗുണമുള്ള സംയുക്തങ്ങളൊക്കെ ചുവന്ന ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? നീല നിറമാക്കി മാറ്റുന്നു. അപ്പോൾ ആൻസർ ചുവന്ന ലിറ്റ്മസ് നീല നിറമാകുന്നു എന്നതാണ്. സി ചോദ്യം, ലാബോറട്ടറിയിൽ അമോണിയ തയ്യാറാക്കുമ്പോൾ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? നമ്മൾ ലാബോറട്ടറിയിൽ അമോണിയ നിർമ്മിക്കുന്ന സമയത്ത് അമോണിയയുടെ കൂടെ ജലാംശം കൂടെ ഉണ്ടാകും. അപ്പോൾ ആ ജലത്തെ വലിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ശോഷകാരകമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ശോഷകാരകമായി ഉപയോഗിക്കുന്ന ഇവിടെ നീറ്റുകയാണ്, കാൽസ്യം ഓക്സൈഡ്. ഡി ചോദ്യം, അമോണിയ ഹൈഡ്രജൻ ക്ലോറൈഡുമായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? ആൻസർ അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാമത്തെ അധ്യായം മുതൽ 7ാമത്തെ അധ്യായം വരെയുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കി പഠിക്കുക. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടുള്ള റീൽസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.